ഇതിപ്പോൾ CPM നേതാക്കൾ നിങ്ങൾക്കെതിരെ സ്വാഭാവികമായിട്ടും തിരിഞ്ഞ് രംഗത്ത് വരും, പാർട്ടി സെക്രട്ടറി അടക്കം പ്രതികരണം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ അത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ പരാതി ഉന്നയിച്ച കാര്യങ്ങൾ ഇനി എങ്ങോട്ട് പോകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിൻ്റെ ഒരു മെറിറ്റ് ഞാൻ അതല്ല പറഞ്ഞു. എനിക്ക് ഈ പരാതി നേരിടുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന അതിനകത്തെല്ലാം സത്യസന്ധതായ എൻ്റെ ജീവിതകഥയാണ്. ഞാൻ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടോ അറ്റാക്ക് ചെയ്യണോ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത പോലെ വോയിസ് റെക്കോർഡ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് PV അൻവറിനെ പോലെയുള്ള ആളെ കൊണ്ട് പ്രചരിപ്പിക്കുക, പോരാളി ഷാജിമാരെ കൊണ്ടുള്ള ആളെ പോലെ പ്രചരിപ്പിക്കുക, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ കയ്യിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്നുള്ള പ്രൂഫ് എന്നെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ, എൻ്റെ കുടുംബക്കാർ, അല്ല എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അപ്പോൾ ഒരു സംവിധായക ആയത്, അവരെവിടുന്ന് തുടങ്ങിയതാണ് കരിയർ, എല്ലാ കാര്യങ്ങളും എല്ലാം അറിയുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ സർക്കിളിലുണ്ട്. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ പോയി എവിടെയും പാടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം അത് സത്യസന്ധമായിട്ട് എൻ്റെ ജീവിതകഥയാണ്. മനസ്സിലായില്ല? അതിൽ എന്നെ ആ പരാതി എഴുതാൻ സഹായിച്ചത് ഞാൻ അതും കൂടെ പറയാം. 12 പേജോ 15 പേജോ എൻ്റെ പരാതി ഉണ്ടായിരുന്നു. അത് 30 പേജിൻ്റെ മുകളിലാകാൻ കാരണം പത്തനാപുരം CPMൻ്റെ പത്തനാപുരം ഏരിയ കമ്മിറ്റി മെമ്പർ, ഒരു സ്ത്രീ, ഒരു ലേഡി, അയാൾ അവിടെ പത്തനാപുരം ഏരിയയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് CPMൻ്റെ. അവരുടെ മകനും എൻ്റെ അതേ അനുഭവം ഈ രാജേഷ് കൃഷ്ണൻ ഉണ്ടായിട്ടുണ്ട്. UK അവൻ പഠിക്കാൻ പോയ സമയത്ത്. ആ അദ്ദേഹത്തിൻ്റെ ഇൻപുട്ടും കൂടെ വെച്ചും കൊണ്ടാണ് ആ പരാതി അത്ര വലിയ പരാതിയായത്. അദ്ദേഹം ഇന്ന് വലിയൊരു പോസ്റ്റിൽ തിരുവനന്തപുരത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എൻ്റെ അടുത്ത് എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് വേണ്ട സമയത്ത് ആ കത്ത് എഴുതാൻ സഹായിച്ചത് ആരൊക്കെയാണ്, എൻ്റെ ഇൻഫർമേഷൻസ് കൂടെ എനിക്ക് UK പല തട്ടിപ്പ് കഥകളും കൊണ്ടുവന്നിട്ട് സഹായിച്ചത് ഈ പുള്ളിയാണ്. ഈ PBക്ക് ഒരു കത്ത് കൊടുക്കുമ്പോൾ അതിന് അതീവ രഹസ്യമായിട്ടും അത് അല്ല, PBക്ക് കൊടുത്ത കത്ത് ഏപ്രിലിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിട്ടുണ്ട്. രാജേഷ് ഫയൽ ചെയ്യുന്ന കേസ് ജൂലൈ 17-നാണ്. ജൂലൈ 17-നാണ് കേസ് ഫയൽ ചെയ്യുന്നത്. ജൂലൈ 17 കേസ് ഫയൽ ചെയ്യുമ്പം പിന്നെ അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അവൻ അന്ന് മുതൽ അധ്വാനം തുടങ്ങിയിട്ട് ഇന്നാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം സാധാരണ രീതിയിൽ ചോദിച്ചിട്ട് കിട്ടാത്തത് പിന്നീട് ബലം പ്രയോഗിക്കുകയോ അല്ല ബലം മീൻസ് ടാർഗറ്റ് ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ വാങ്ങിയതായിരിക്കാം. ഈ PV അൻവർ ഈ ചില കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ എഴുതിയത് ഈ പറയുന്ന പോലെ ശ്യാംജിത്തും അല്ലെങ്കിൽ ഈ പറയുന്ന പല പാർട്ടി നേതാക്കളുടെയും ഇൻപുട്ടിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, രാജേഷ് കൃഷ്ണക്ക് വേണ്ടി എഴുതിയതാണ്. രാജേഷ് കൃഷ്ണക്ക് വേണ്ടിയിട്ടാണ് അൻവർ എഴുതിയത്. അൻവർ ഉള്ളടക്കം അറിയാതെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതേ അൻവർ ഇന്ന് ഒറ്റപ്പെട്ടല്ലോ. അൻവർ പല കാര്യങ്ങളും ഇങ്ങനെ പാർട്ടി നേതാക്കൾക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ പറയുന്നതിൽ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ ആൾക്കാർ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമാണ്. ആയിരിക്കാം. ഇപ്പൊ എന്നെ തന്നെ പാർട്ടിയിലുള്ള പല ആൾക്കാരും ബന്ധപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വിഷയം കൂടുതൽ അവർക്കാണ്. അതായത് പാർട്ടിയിൽ വളരെ ഇന്ന് വരെ ഒരു അലിഗേഷനും ഇല്ലാത്ത ഒരുപാട് നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരും എന്നെ ബന്ധപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഫുൾ കഥകൾ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ എൻ്റെ സമയപരിധി വെച്ചും കൊണ്ട് ഞാൻ ഒഴിവാകലാണ്. കാരണം ഇതിങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിലെത്തിയിട്ടുണ്ട്. കോടതിയിൽ പുള്ളിയാണ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് അന്ന് തന്നെ ഈ കഥകളൊക്കെ വെച്ചിട്ട് എനിക്ക് കോടതി ഫയൽ ചെയ്യായിരുന്നു. ഞാൻ ഫയൽ ചെയ്തിട്ടില്ല. ഞാൻ ഒരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. ഹൈക്കോടതി അത് പറഞ്ഞു നിങ്ങളുടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഫയൽ ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിൽ ഇവരെന്നെ ആക്രമിച്ചിരുന്നു. ഞാൻ MA ബേബി സഖാവിനെ കാണാൻ വന്നായിരുന്നു അന്ന്. ആ സമയത്താണ് എൻ്റെ കത്തി നിൽക്കുന്ന സമയം. ഇവനെ ഒതുക്കപ്പെട്ടല്ലോ. ഇവൻ പാർട്ടി കോൺഗ്രസ്സിൽ എന്നെ ആക്രമിച്ച് നല്ല പരിക്കായിരുന്നു. എൻ്റെ നഖം ഇതായി ബ്ലഡൊക്കെ വന്ന് ഞാൻ മെഡിക്കൽ അവിടെ കണ്ണൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മെഡിക്കൽ റെക്കോർഡോടുകൂടിയിട്ട് ഒരു പരാതി കൊടുത്തു കണ്ണൂർ സിറ്റി പോലീസിൽ. അവരും വന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു എവിടുന്ന്, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന്. എന്നിട്ട് ആ പരാതി ഇന്നും FIR ആയിട്ടില്ല. അത് അന്വേഷിച്ചപ്പം P ശശിയുടെ ഓഫീസിൽ നിന്ന് FIR ആവരുത് എന്നുള്ള രീതിയിൽ വിളിച്ചു പറഞ്ഞതാണ്. അത് FIR ആവാൻ പാടില്ല. അത് ആ ഒരു എൻ്റെ കണ്ണൂരിൽ എൻ്റെ ഒരു പി ശശി ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ ഖത്തറിൽ പറയുന്നുണ്ട്. പി ശശിയും ഒന്നാമത്തെ ആളല്ലേ. പി ശശി രാജേഷ് എത്രമാത്രം ബന്ധമുണ്ട്. പി ശശിക്ക് ഒരു കണ്ണൂരിലൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് മുഖേന രാജേഷിൻ്റെ ഫണ്ടുകൾ എന്തെല്ലോ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടല്ലോ. പി ശശിൻ്റെ മകൻ നിർവഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ട്രസ്റ്റിൻ്റെ ഫണ്ടൊക്കെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ രാജേഷിന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് ഈ 2020 ഈ പാർട്ടി കോൺഗ്രസിൽ പരാതി കൊടുത്തു. ഈ രാജേഷ് കൃഷ്ണക്കെതിരെ നടപടി വന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതാക്കളെ ബന്ധപ്പെടാനോ തുടർ പരാതികൾ കൊടുക്കാനോ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടുണ്ട്? അല്ല, ഞാൻ 2-3 പ്രാവശ്യം സെക്രട്ടറിനെ കാണാൻ വേണ്ടി പോയി. ജനറൽ സെക്രട്ടറിനാണോ സംസ്ഥാന സെക്രട്ടറിനെ? ജനറൽ സെക്രട്ടറി അന്ന് യെച്ചൂരി ഡൽഹിയിലാണല്ലോ. അല്ല, അതിനുശേഷം MA ബേബി വന്നല്ലോ. അല്ല, MA ബേബി എൻ്റെ കഥ 2022 മുതലേ അറിയാം. അല്ല, പിന്നെ എൻ്റെ അടുത്ത് അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് കോടിയേരി സംഗതി ചെയ്തു. അതിൻ്റെ ശേഷം എനിക്കൊരു പ്രശ്നവുമില്ല. മാഷ് വന്നപ്പോൾ വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടെ വരികയാണ്. അപ്പോൾ മാഷിനെ കാണാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോയിട്ട് ആക്സസ് കിട്ടിയില്ല. ഞാനന്ന് അപ്പോഴൊന്ന് സംസാരിച്ചതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് പോയിട്ട് ആക്സസ് കിട്ടിയില്ല. മറ്റു നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയുന്നത് സെക്രട്ടറിനെ കാണുമെന്നാണ് പറയുന്നത്.
അപ്പം മറ്റെല്ലാ ഒരുവിധ നേതാക്കന്മാരുടെ അടുത്തെല്ലാം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സെക്രട്ടറിയെ കാണും. സെക്രട്ടറി ഇല്ല, അതെനിക്ക് ഇല്ല. ഞാനത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഈ ഞാൻ പാർട്ടിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി കൊടുത്തിരുന്നു. അവിടെ പി ശശിയിടത്തോളം കാലം നമുക്ക് അവിടെ ആക്സസ് കിട്ടില്ല, അതറിയാലോ. നമ്മളവിടെ ആക്സസ് ഞാൻ MV ജയരാജൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ CMOയിൽ പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പി ശശി വന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ ആക്സസ് കിട്ടില്ല. കാരണം എൻ്റെ പേര് കാണുമ്പോൾ തന്നെ അയാൾ ആക്സസ് തരില്ല. ഞാൻ കൊടുത്ത ഓൺലൈൻ പരാതിയുണ്ട്, CMൻ്റെ പോർട്ടലിൽ ഓൺലൈനിൽ ഒഫീഷ്യലായിട്ട് കൊടുത്ത പരാതി 72 മണിക്കൂർ കൊണ്ടാണ് റിജക്റ്റായത്. 72 മണിക്കൂർ കൊണ്ട് റിജക്റ്റായി ഒരു പരാതി. ചരിത്രത്തിൽ ആദ്യമായിരിക്കും. എൻ്റെ അടുത്തുണ്ട് ആ റിജക്ഷൻ മെയിൽ. ഒരു പരാതി എങ്ങനെ 72 മണിക്കൂർ കൊണ്ട് പഠിച്ച് പരിഹരിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിലുള്ളത് 72 മണിക്കൂർ കൊണ്ട് സംഗതി റിജക്റ്റായിട്ട് റിജക്ഷൻ മെയിൽ വരികയാണ്. ഇല്ല, മന്ത്രിമാരൊന്നുമില്ല. ഇപ്പോഴത്തെ മന്ത്രിമാരൊന്നും ആരുമില്ല. പഴയ ഞാൻ പറഞ്ഞല്ലോ, സ്പീക്കർ തോമസ് ഐസക്ക്, പഴയ ഗവൺമെൻറ് 2022 മുതൽ ഇവൻ കോടിയേരിൻ്റെ എൻ്റെ കത്തോട് കൂടിയിട്ട് ഒറ്റപ്പെട്ട് തുടങ്ങിയിനി. അപ്പോൾ പിന്നെ ആരും പോയിട്ട് അവൻ്റെ ട്രാപ്പിൽ പെടില്ലല്ലോ. അപ്പോൾ എല്ലാവരും അവോയ്ഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ മാഷിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ബിക്കോസ് ഓഫ് പുള്ളിയുടെ സണ്ണിൻ്റെ ഇതായിരിക്കാം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ.